അനിമൽ രചന സൂര്യകാന്തി പെണ്ണ്, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ CM നൂഞ്ഞേരി. നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പെരുന്നാളിന്റെ തിരക്കൊക്കെ കഴിഞ്ഞ ഓട്ടത്തിലായിരിക്കാം. സ്കൂളൊക്കെ തുറന്ന് കുട്ടികളുടെ പുറകെ ഓടേണ്ട ടൈമാണ്. ഏതായാലും നമ്മുടെ ഒരു പക്ക അറേഞ്ച്ഡ് മാരേജ് എന്ന കഥ അവസാനിച്ചിരിക്കുകയാണ്. ഇന്നു മുതൽ അനിമൽ എന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റോറി ആരംഭിക്കുകയാണ്. സൂര്യകാന്തി പെണ്ണ് എഴുതുന്ന കഥയാണ്. ഇതിനകത്ത് റൊമാൻസ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, കോമഡി ഉണ്ട്, എല്ലാം കൂടി സമ്മിശ്രമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ് അനിമൽ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ എഴുത്തുകാരി അതിനെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. തുടക്കം മുതൽ ഒടുക്കം വരെ കേൾക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ ഓരോ വാക്കുകളും കമന്റുകളായി രേഖപ്പെടുത്തുക. കഥയിലേക്ക്. അനിമൽ രചന സൂര്യകാന്തി പെണ്ണ്, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ CM നൂഞ്ഞേരി. വയറിൽ കൈവച്ച് ഉറക്കി അവൾ അലറിക്കരയുമ്പോൾ പാർവണയുടെ കാലുകൾക്കിടയിലൂടെ കൊഴുത്ത രക്തം ഒഴുകിയിറങ്ങുന്നുണ്ടായിരുന്നു. മുന്നിൽ നിൽക്കുന്ന രാക്ഷസന് സമാനമായ അയാളുടെ മുഖത്തേക്ക് അവൾ ദയനീയതയോടെ നോക്കി. ജിതിൻ, അയാളുടെ കണ്ണുകൾ അന്നേരം രക്തവർണ്ണമായി മാറിയിരുന്നു. പാർവണയുടെ കഴുത്തിൽ താലി ചാർത്തിയവൻ. അയാളുടെ ഭ്രൂണം തന്റെ വയറിൽ ജീവൻ വെച്ച് തുടങ്ങിയിട്ട് 7 മാസം കഴിഞ്ഞിരുന്നു. ആ നശൂരത്തെ ഹോസ്പിറ്റൽ കൊണ്ടാ നോക്കടാ, എവിടെ കിടന്ന് ചത്താലേ നീ അഴിയണ്ണേണ്ടി വരും. ജീതിന്റെ അമ്മ വേദന കൊണ്ട് ഞരങ്ങുന്ന പാർവണയെ കാണെ തലയിൽ കൈത്താങ്ങി നിന്നുപോയി. എന്നെ ഒന്ന് ഹോസ്പിറ്റൽ കൊണ്ടുപോകാമോ? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, പ്ലീസ്. പാർവണ ഉറക്കെ കരഞ്ഞുപോയി. ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്നുകൊണ്ട് ഉറക്കെ കരയുമ്പോൾ പാർവിന് തന്റെ അടിവയർ ഇപ്പോഴും വേദനിക്കുന്നുണ്ടെന്ന് തോന്നിപ്പോയി. 7 മാസം കൊണ്ട് പകുതി രൂപം കൊണ്ട് തന്റെ ചോരക്കുഞ്ഞിനെ കണ്ട് പൊട്ടിക്കരഞ്ഞ ഓർമ്മ വന്നുപോയി പാർവണയ്ക്ക്. പാർവ്വജി, എന്താ പറ്റി? പാറുവിന്റെ കട്ടിലിന് താഴെ നിലത്ത് പായ വിരിച്ച് കിടന്നിരുന്ന കാർത്തു പൊടുന്നനെ എഴുന്നേറ്റുകൊണ്ട് കൈയെത്തിച്ച് ലൈറ്റിട്ടു. വീർത്തു വിളിച്ചിരിക്കുന്ന പാറുവിനെ സങ്കടത്തോടെ നോക്കിയവൾ. ഒന്നുമില്ല. പാറുവിനെ തന്റെ മുഖത്ത് പൊഴിഞ്ഞ വിയർപ്പ് സാരി തലപ്പുകൊണ്ട് ഒപ്പിയെടുത്തു. അപ്പോഴേക്ക് ആ പഴയ മരവാതിൽ മുട്ടി കേൾക്കുന്നുണ്ടായിരുന്നു. പക്രുവായിരിക്കും. കാർത്തു വാതിൽക്കിലേക്ക് നോക്കിക്കൊണ്ട് അഴിഞ്ഞുളഞ്ഞ മുടി വാരിക്കെട്ടി പായയിൽ നിന്ന് എഴുന്നേറ്റു. അത്രയും ഉച്ചത്തിലാണ് താൻ കരഞ്ഞത്? ഓർത്തുപോയി പാറുവാണ്. എന്താ പ്രശ്നം? പാർച്ചിച്ച് ഇതിനെ കരഞ്ഞേ? വാതിൽ തുറന്നവാടെ ഉയരം കുറഞ്ഞൊരുവൻ ഉള്ളിലോട്ട് കയറി വന്നു. 18 വയസ്സ് പ്രായമുണ്ടെങ്കിലും അഭിജിത്തിന് അതിൻ്റെതായ പൊക്കമില്ല. ഒരു 5 വയസ്സുകാരന്റെ പൊക്കം മാത്രമുള്ള അഭിജിത്ത് അങ്ങനെയാണ് എല്ലാവർക്കും പക്രുവായത്. ചിലർ ആ പേര് സ്നേഹത്തോടെ വിളിക്കുമ്പോൾ മറ്റു ചിലർ അത് വിളിക്കുന്നത് പരിഹാസത്തോടെ തന്നെയാണ്. ഈ ചേച്ചി ഇന്നും ആ വൃത്തിയായിട്ട് സ്വപ്നം കണ്ടോ? പക്രുവിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു വന്നു. മറുപടിയൊന്നും പറയാതെ പാർവണ തലതാഴ്ത്തി ഇരുന്നു പോയി. പക്രു മരിക്കുന്നതിന് മുന്നേ ഒരിക്കലെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുത്തനാണ് ജിതിൻ. കേട്ടറിയും മാത്രമേ ഉള്ളൂ എങ്കിലും പക്രു ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ജിതിനെയാണ്. പക്രുവിന് മാത്രമല്ല, കാർത്തുവിനും ദിനേശിനും എല്ലാം അങ്ങനെ തന്നെ. അത് ജിതിൻ പാർവണയോട് ചെയ്തു കൂട്ടിയ ക്രൂരതകൾ കേട്ടറിഞ്ഞുകൊണ്ട് മാത്രമാണ്. നിങ്ങൾ കിടന്നു, ഇനിയിപ്പോ 1-2 മണിക്കൂറല്ലേ ഉള്ളൂ, അപ്പോഴേക്കും രാവിലത്തേക്കുള്ള ഉണ്ടാക്കാനാവും. ചെല്ലു കുഞ്ഞ, പാർവണ ഇരുവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. ദിനേശന്റെ ചായക്കട ഇപ്പോൾ നോക്കിയെടുത്തുന്ന പാറുവാണ്. വർഷം 3 കഴിഞ്ഞു പാറു ദിനേശന്റെ അടുക്കൽ അഭയം പ്രാപിച്ചിട്ട്. അതിനു മുന്നേ വന്നുകൂടിയതാണ് പക്രുവും കാർത്തുവും. പക്രുവിന്റെ ചേച്ചിയാണ് കാർത്തു. ഉണ്ടായിരുന്ന കച്ചവടം തകർന്നപ്പോൾ അവരുടെ അച്ഛനും അമ്മയും കൂടെ ഒരിത്തിരി വിഷയത്തിൽ അഭയം തേടി. പക്ഷെ മക്കളെ എന്തുകൊണ്ടോ കൂടെ കൊണ്ടുപോകാൻ ഇരുവർക്കും തോന്നിയില്ല. ഉണ്ടായിരുന്ന വീട് കൂടി ജപ്തിയായപ്പോൾ, കിടപ്പാടം നഷ്ടപ്പെട്ട് ബന്ധുക്കൾ പോലും തിരിഞ്ഞു നോക്കാനില്ലാതെയായപ്പോൾ അവരെ കൂടെ കൂട്ടിയ ദിനേശനാണ്. ഒരൊറ്റയാൻ, അതാണ് ദിനേശൻ. പറയാനാണെങ്കിൽ എല്ലാവർക്കും ഓരോ കഥയുണ്ട്. ദിനേശന്റെ കഥ അതിലും ഗംഭീരമാണ്. കൊല്ലം കുറെ പ്രേമിച്ചാണ് വിവാഹം ചെയ്ത ഭാര്യ കൊല്ലം 2 തികയുന്നതിന് മുന്നേ ചായക്കടയിൽ പണിക്കുന്നിരുന്ന ദിനേശന്റെ സഹായിയുമായി അങ്ങ് ഒളിച്ചോടി. 5 ദിവസമാണ് ഭാര്യയെ കാണാനില്ലെന്നും പറഞ്ഞ് ശ്വാസം നഷ്ടപ്പെട്ടവനെ പോലെ കണ്ട ആറ്റിലും പുഴയിലും ദിനേശൻ തപ്പിയാണെന്ന്. അവൾക്കൊന്നും വരുത്തല്ലേ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചാണെന്ന് ദിനേശൻ പിന്നീടാണ് അറിഞ്ഞ് അവൾ തന്നെ ചതിച്ചതാണെന്ന്. അന്ന് പോലീസ് സ്റ്റേഷനിൽ തന്റെ മുമ്പിൽ തലകുമ്പിട്ട് നിൽക്കുന്ന സതീഷിനെയും രമ്യയും കണ്ടപ്പോൾ ആ മനുഷ്യന്റെ ചങ്ക് കത്തിപ്പോയി. സതീഷിന് പാലുകൊടുത്ത കൈക്കൂത്തിയ വകയിലൊന്നും കൊടുത്തെങ്കിലും രമ്യ ദിനേശനൊന്നും ചെയ്തില്ല. അവളെ തൊടാൻ ദിനേശന് അറപ്പായിരുന്നു എന്ന് പോലും. പക്രുവും കാർത്തും പോയി കിടന്നിട്ട് 1/2 മണിക്കൂറായി. എന്നിട്ടും പാറുവിന് ഉറങ്ങാൻ വയ്യ. ഉള്ളിൽ മുഴുവൻ ജിതിനാണ്. അയാളുടെ കഴുകൻ കണ്ണുകളാണ്. പുതിയ SI ആളത്ര വെടിപ്പല്ലെന്നാ കേട്ടത്. ആരോടും അടിക്കില്ല അത്രേ, ആളൊരു മുരടനാണെന്ന് കോൺസ്റ്റബിൾ അശോകൻ തൊട്ടടുത്തിരുന്ന റീതാമ്മയോട് പറഞ്ഞു. ഞാനും കേട്ടു, ആളൊരു മുള്ളുമുരിക്കാണെന്നാ കേട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിയാൻ പറ്റില്ലെന്ന് നമ്മളൊക്കെ നോക്കിയും കണ്ടു നിൽക്കേണ്ടി വരും സാറേ. റീതയും അശോകൻ പറഞ്ഞ് ശരിവെച്ചുകൊണ്ട് പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ പുതിയ SI കുറിച്ചുള്ള ചർച്ചകളാണ്. ചാർജ് എടുക്കാൻ പോകുന്ന നിരഞ്ജൻ എന്ന പുതിയ SI പറ്റി അത്ര നല്ല അഭിപ്രായമൊന്നുമില്ല അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്. അതിൻ്റെതായ ഒരു ഇത്തിരി പേടിയുണ്ട് എല്ലാവർക്കും. നിരഞ്ജനെ കുറിച്ചുള്ള ചർച്ചകൾ മൂത്തുവാൻ തുടങ്ങിയപ്പോഴാണ് പുറത്തൊരു വണ്ടി വന്ന് നിന്ന്. അശോകൻ സാറേ, SI സാറ് വന്നു തോന്നുന്നു. റീത്ത പുറത്തേക്കൊന്ന് എത്തിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു.
ആ മാലയും പൊക്കയും എടുത്തോ റീത്താമേ, ഇനി നമ്മളായിട്ട് സ്വീകരിച്ചില്ലാന്ന് വേണ്ട. അശോകൻ തൊപ്പി നേരെ ആയിക്കൊണ്ട് വേഗത്തിൽ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. കാറിൽ നിന്നിറങ്ങിയ നിരഞ്ജൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. ഉറച്ച ശരീരവും അതിനൊത്ത പൊക്കവുമായി ഒരുവൻ. അവന്റെ കണ്ണുകളിൽ വല്ലാത്തൊരു ചുവപ്പാണ്. ദയയുടെ ഒരു അംശം പോലും ആ കണ്ണിലില്ല. റീത്താമ പറഞ്ഞ പോലെ ഒരു മുള്ളുമുരുക്ക്. അത് തന്നെയാണ് നിരഞ്ജൻ. ഇവിടെ എന്താണോ കല്യാണം മറ്റോ നടക്കുന്നുണ്ടോ, അതോ വല്ല പ്രതിഷ്ഠയും പൂജയ്ക്കിരിക്കുന്നുണ്ടോ? പൂമാലയും പൊക്കയും പിടിച്ചെന്ന് അശോകൻ നിരഞ്ജൻ തറപ്പിച്ചു നോക്കി. ഇല്ല സർ. അശോകൻ നിരഞ്ജന്റെ കൂർത്ത നോട്ടത്തിലൊന്ന് വിക്കി. പിന്നെ ആരുടെ അമ്മയുടെ നെഞ്ചത്ത് വെക്കാനാണോ ഇതൊക്കെ കൊണ്ടുവന്നേക്കുന്നത്? സ്റ്റൂപ്പിഡ്. നിരഞ്ജൻ ഉറക്കെ ചീത്ത വിളിച്ചുകൊണ്ട് അവർ വകഞ്ഞു മാറ്റിക്കൊണ്ട് സ്റ്റേഷനകത്തേക്ക് കയറി. 8 മണിക്ക് നിരഞ്ജൻ വരുമെന്ന് പറഞ്ഞുകൊണ്ട് പുലർച്ചെ തന്നെ കവലയിൽ പോയി വാങ്ങിക്കൊണ്ടുവന്നാണ് അശോകൻ മാലയും പൊക്കയും. സാധാരണ പുതിയ ഉദ്യോഗസ്ഥർ ചാർജ് എടുക്കാൻ വരുമ്പോഴൊക്കെ ഇങ്ങനെ ഒരു കീഴ്വഴക്കം പതിവുള്ളതാണ്. അതിന് ആരും ഇതുവരെ എതിര് പറഞ്ഞ് കേട്ടിട്ടില്ല. തുടക്കത്തിൽ തന്നെ ആരും ഇങ്ങനെ അറുത്തുമുറിച്ച് പെരുമാറിയിട്ടുമില്ല. ഇതിപ്പോ തുടക്കം തന്നെ ഇങ്ങനെ കല്ലടിയാണെങ്കിൽ ഇനി അങ്ങോട്ട് എന്തായിരിക്കും എന്ന് ആലോചിച്ചു പോയി അശോകനും കൂട്ടരും. അശോകന്റെയും ബാക്കി പോലീസുകാരുടെയും ഊഹം തെറ്റില്ലെന്ന് തന്നെ പറയാം. സാധാരണ അത്യാവശ്യം കളിയും ചിരിയും ഒക്കെയായി, എന്നാൽ ഒട്ടും അലസരല്ലാതെ മാരുമര്യാദയായി ഡ്യൂട്ടി ചെയ്യുന്ന അവിടെ അത്താഴം മുടക്കാൻ വന്ന നീർക്കോലി തന്നെയായിരുന്നു നിരഞ്ജൻ. അയാളുടെ സാമീപ്യത്തിൽ മര്യാദക്കൊന്നും ശ്വാസം വിടാൻ പോലും ആർക്കും പറ്റുന്നില്ലായിരുന്നു എന്നാണ് സത്യം. അന്നത്തെ ഒരൊറ്റ ദിവസം കൊണ്ട് ഇനി അങ്ങോട്ട് നിരഞ്ജനപ്പോഴുള്ള ദിവസങ്ങൾ എങ്ങനെയായിരിക്കുന്നതിനെ പറ്റി ചെറുതല്ലാത്തൊരു ഊഹം കിട്ടിക്കഴിഞ്ഞിരുന്ന എല്ലാവർക്കും. സ്റ്റേഷന് തൊട്ട് എതിർവശമാണ് ദിനേശന്റെ ചായക്കട. ഇപ്പോൾ അതിന്റെ നോട്ടം നടത്തിപ്പോയെല്ലാം പാറു തന്നെയാണ്. കാലത്തും വൈകിട്ട് ഇതേപോലെ ചായയും പലഹാരം കൊണ്ടുള്ള ഈ വരവ് പാറുവിന് സ്ഥിരമാണ്. പാറുവിന് തിരക്കുള്ള ദിവസങ്ങളാണെങ്കിൽ ഒന്നല്ലെങ്കിൽ പക്രു വരും, അല്ലെങ്കിൽ കാർത്തു. അതുകൊണ്ട് തന്നെ സ്റ്റേഷനിലുള്ള എല്ലാവരുമായി ചെറുതല്ലാത്തൊരടുപ്പം പാറുവിനും പക്രുവിനും കാർത്തുവിനും ഉണ്ട്. ഇന്നെന്താ എല്ലാവരും ശ്വാസം പിടിച്ചൊരിരിപ്പ്? വലിയ ജോലിയിലാണല്ലോ. 10 മണിക്കുള്ള കാലിച്ചായയും പലഹാരങ്ങളും കൊണ്ടുവന്നാണ് പാറു. എന്റെ പൊന്നു കൊച്ചെ, ഒന്നും പറയണ്ട. ഇന്ന് വന്ന SI ആളൊരു ദേഷ്യക്കാരനാ. നേരാവണ്ണം ശ്വാസം വിടാൻ പോലും അങ്ങനെ ആരെയും അയക്കുന്നില്ല. റീത്ത് മേശക്ക് മുകളിൽ വെച്ച ഗ്ലാസ് ഒരെണ്ണം കയ്യിലെടുത്തുകൊണ്ട് നെടുവീർപ്പോടെ പറഞ്ഞു. SI വന്നോ? ആള് ചുള്ളനാണോ ശേഖട്ടാ? കാർത്തു അശോകനെ നോക്കിക്കൊണ്ട് ആകാംക്ഷയോടെ ചോദിച്ചു. എന്റെ പൊന്നു കുഞ്ഞെ, നിന്റെ സ്ഥിരം വായു നോട്ടായിട്ട് അങ്ങോട്ട് ചെല്ലണ്ട. വായു വലിച്ച് കീറിക്കളയും അങ്ങേര്. അത്ര ഭീകരനാണോ ശേഖട്ടാ? കാർത്തുവിന്റെ കണ്ണ് വികസിച്ചു വന്നു. കുറച്ചധികം. ഒരു മാലയും പൊക്കയും കൊടുക്കാൻ പോയതിന് അങ്ങേരെന്റെ നെഞ്ചത്ത് റീത്ത് വെച്ചില്ലെന്നേ ഉള്ളൂ. പണിയാവുക ശേഖട്ടാ? പാറു എടുത്ത് ചോദിച്ചു. അറിയില്ല മോളെ, നേരത്തോട് നേരെ ആവുന്നേ ഉള്ളൂ. അപ്പോഴേക്കും അങ്ങേരെ ഞങ്ങൾക്കെല്ലാം മടുത്തു തുടങ്ങി. അശോകൻ മൊരിഞ്ഞ പരിപ്പടന്ന് കടിച്ചുകൊണ്ട് പറഞ്ഞു. പൊടുന്നതിനെ രുചിമുകളങ്ങളൊന്നാകെ ഉണർന്ന പോലെ തോന്നി അശോകന്. ഇന്ന് എന്നത്തേക്കാളും നന്നായിട്ടുണ്ടല്ലോ പാറുവേ, അശോകൻ ആസ്വദിച്ച് കഴിക്കുന്നതിൽ പറഞ്ഞു. അല്ലെങ്കിൽ ഞാനുണ്ടാക്കി എന്തിനും പാടി പോയിട്ടുണ്ട് അശോകേട്ടാ? ചെറിയൊരു ചിരിയോടെ ചുമലെന്നുയർത്തി പാറു ചോദിച്ചു. അതില്ല, അടച്ചുകൂട്ടാൻ പരുവത്തിൽ കിടന്ന ദിനേശന്റെ ഈ ചായക്കട ഈ നിലയിൽ വളർത്തിയെടുത്തത് നീ തന്നെയാണ്. ഒന്നുമില്ലെങ്കിലും വട്ടച്ചെലവിന് നിങ്ങളെ പഠിപ്പിക്കാനല്ല നീ അതിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അശോകന് സമ്മതിച്ചു. അതാണ്. പാർവതിയെ ചിരിച്ചു. ഇനി ഇവിടെ കിടന്ന് കറങ്ങാതെ പോയിക്കോ മക്കളെ, അങ്ങേരിപ്പ് വരും. എന്തോ കോള് വന്നപ്പോൾ ജീപ്പ് എടുത്ത് പോയതാ. ഞങ്ങൾ ആരെങ്കിലും വരണമെന്ന് ചോദിച്ചപ്പോൾ പുച്ഛത്തോട് നോട്ടം നോക്കി, അല്ലാതെ ഒരക്ഷരം മിണ്ടിയില്ല അങ്ങേര്. ഇനിയിപ്പോ ഞങ്ങളുടെ കഞ്ഞിയിലും പാറ്റിയിടും അങ്ങേര്? പാറു നെഞ്ചിൽ കൈവച്ച് ചോദിച്ചു പോയി. ഞങ്ങളുടെ കഞ്ഞിയിൽ പാറ്റി വീണ സ്ഥിതിക്ക് നിങ്ങളുടെ കഞ്ഞിയിലും പാറ്റി വീഴാൻ ചാൻസ് ഉണ്ട് മോളെ. അതുകൊണ്ട് മക്കളൊന്നും സൂക്ഷിച്ചൊക്കെ നിന്നാ മതി. ഞങ്ങളുടെ അടുത്ത് ചിരിച്ചും കളിച്ച് നിൽക്കുന്ന പോലെ അങ്ങേരുടെ അടുത്തോട് ചെല്ലണ്ട, റീത്ത ചെറിയ താക്കീതോടെ പറഞ്ഞു. പാറു പക്ഷെ റീത്ത പറഞ്ഞൊന്നും അത്ര മുഖവിലേക്ക് എടുത്തില്ല. സ്റ്റേഷനിലുള്ളവർക്ക് 2 നേരം ചായയും പലഹാരം നൽകുന്നതിന് ഇതിന് മാത്രം പ്രശ്നം എന്തുണ്ടാവാനിരിക്കുന്നു എന്നേ പാറു അന്നേരം ചിന്തിച്ചുള്ളൂ. പക്ഷേ നിരഞ്ജൻ അങ്ങനെ നിസ്സാരമായി തന്റെ ജീവിതത്തിലൂടെ കടന്നു പോകാൻ വിധിച്ച ഒരാളാണെന്ന ചിന്ത പാറുവിന്റെ തോന്നലായിരുന്നു. ഇനി അങ്ങോട്ട് വേദനകൾ കൊണ്ട് തന്നെ മൂടാനും പിന്നീട് ഒരിക്കൽ ആ വേദനകൾക്ക് മരുന്നാവാനും തന്റെ ജീവിതത്തിലേക്ക് അവനെ ഈശ്വരൻ അയച്ചാണെന്ന് അവൾക്ക് അന്നേരം അറിവില്ലായിരുന്നു. കുടിച്ചു തീർന്ന ഗ്ലാസുകളും കൊണ്ട് തിരികെ നടക്കുമ്പോഴാണ് മുന്നിലൊരു ജീപ്പ് വന്ന് നിന്നത്. അതിൽ നിന്നിറങ്ങിയ ആളെ പാറും കാർത്തും ഒരുപോലെ നോക്കി. യോ, ഇത്രയും സുന്ദരനും സുഖനായ ഇങ്ങനെ പറ്റിയാണോ അശോകൻ സാർ ഈ അപവാദമൊക്കെ പറഞ്ഞ്? നമ്മുടെ പഞ്ചായത്തിൽ കാണില്ലല്ലോ ചേച്ചി ഇത്രയും ഭംഗിയുള്ളൊരു ചുള്ളൻ. കാർത്തു നിരഞ്ജനിൽ നിന്ന് കണ്ണെടുക്കാതെ പാറുവിന്റെ ചെവിയിൽ അടക്കം പറഞ്ഞു. ചെവി കടിച്ചെടുക്കാൻ എന്റെ പെണ്ണെ. പാറു ഒന്ന് ചുമൽ വെട്ടി ചൂണ്ടവൾ നോക്കി കണ്ണുരുട്ടി. കാർത്തുവിന്റെ നോട്ടം നിരഞ്ജന്റെ സൗന്ദര്യത്തിലേക്കാണ് പാഞ്ഞു പോയതെങ്കിൽ പാറുവിന്റെ നോട്ടം അവന്റെ ചോര പറ്റിയ കണ്ണുകളിലേക്കാണ് വന്ന് ഉടക്കിയത്. അശോകൻ സാറ് പറഞ്ഞൊന്നും വെറുതെ ഇല്ലെന്ന് ആ കണ്ണുകൾ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. സ്റ്റേഷനിലേക്ക് കയറാൻ ഒരുങ്ങിയ നിരഞ്ജൻ ഒഴിഞ്ഞ ചായ ഗ്ലാസുകളുമായി നിൽക്കുന്ന പാറുവിനെയും കാർത്തുവിനെയും കണ്ട് ഒരു നിമിഷം ഒന്ന് നിന്നു. നിങ്ങളേതാ? പാറുവിനെ നോക്കിയാണ് ചോദിച്ചെങ്കിലും മറുപടി പറഞ്ഞ് കാർത്തുവാ. ഞങ്ങളാ സ്റ്റേഷനിൽ സ്ഥിരം ചായ കൊണ്ടുവരാറ്, കാർത്തു ചിരിയോടെ പറഞ്ഞു. പക്ഷെ ആ ചിരി നിരഞ്ജലിന് തിരികെ കിട്ടിയില്ല. പകരം അവൻ അടുത്ത ചോദ്യം ചോദിക്കാൻ ഉണ്ടായത്. എപ്പോഴൊക്കെയാ നിങ്ങൾ ചായയും കൊണ്ടുവരാറ്? രാവിലെയും വൈകിട്ടും. സാർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഈ ചേച്ചി ഉണ്ടാക്കി തരും, കാർത്തു എടുത്തു പറഞ്ഞു. ഓഹോ, ഒരു കാര്യം ചെയ്യും, ഇനി മുതൽ ചായയും കൊണ്ട് ഒരു നേരം വന്നാൽ മതി.
ഒന്നുമില്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട്. ഉള്ളിലിരിക്കുന്ന സാറന്മാരോട് ചോദിച്ചിട്ട് ഏത് സമയം വേണം തീരുമാനിച്ചോ. നിരഞ്ജൻ കൈകൾ രണ്ടും കൂട്ടിക്കെട്ടി ഇരുവരെയും മാറി മാറി നോക്കി. പാർവണൊന്നും പറഞ്ഞില്ലെങ്കിലും നോട്ടത്രയും അവനിൽ തന്നെയായിരുന്നു. അതെന്താ സാർ ഒറ്റ തവണ? ഞങ്ങൾ സ്ഥിരം 2 തവണ കൊടുക്കാറുള്ള. പാറുമിണ്ടാൽക്ക് നടപ്പോൾ കാർത്തുവിനെയും ചോദിച്ചു. 2-3 തവണ ചായയും പലഹാരവും കഴിച്ചിരുന്നാ അതിന് നേരമുണ്ടാവും. സർക്കാർ ശമ്പളം തരുന്ന ജോലി എടുക്കാനാ, അല്ലാതെ വായിക്ക് റെസ്റ്റില്ലാതെ തിന്നാനല്ല. അതുകൊണ്ട് ഇനി ഒരൊറ്റ തവണ മതി, കേട്ടല്ലോ. നിരഞ്ജൻ മറുപടിയും പറഞ്ഞുകൊണ്ട് സ്റ്റേഷനകത്തേക്ക് പോയി. ആ ബെസ്റ്റ്. വീണു നമ്മുടെ കഞ്ഞിയിലും പാറ്റി വീണു. അശോകേട്ടൻ പറഞ്ഞ് ഇത്ര എളുപ്പം സംഭവിക്കുന്ന കരുതിയില്ല. വെറുതെ അല്ല സാറുമാരെല്ലാവരും അലക്കൊഴുങ്ങിയ കൂട്ടി അതിനുള്ളിൽ ഇരിക്കുന്നേ. കാർത്തു നെടുവീർപ്പോടെ പറഞ്ഞു. പാറു ഒന്നും മിണ്ടാ സ്റ്റേഷനുള്ളിലേക്ക് നടന്നു. ഇതെന്താ ചേച്ചി അങ്ങേരോടൊന്നും പറയാമെങ്കിൽ പോന്ന്? ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്കായിരുന്നല്ലോ. കാർത്തു പാറുവിനെ പോടിയെത്തിണ്ടു ചോദിച്ചു. എന്റെ പൊന്ന് കാർത്തു, അങ്ങേരുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്ത്? അങ്ങേര് റേഡിയോ ആണെന്ന്. ഇങ്ങോട്ട് പറയുന്നത് കേൾക്കാന്നല്ലാതെ അങ്ങോട്ടൊന്നും പറയാൻ പറ്റില്ലെന്ന്. ഈ ചേച്ചിക്ക് അങ്ങനെ തോന്നിയോ? ഉവനോ, അത് മാത്രല്ല കണ്ണീ ചോരില്ലാത്തവണ്ണം തോന്നി. നീ പറഞ്ഞ മറുപടി ഒന്നും അങ്ങേർക്ക് അങ്ങ് തേച്ചിട്ടൊന്നുമില്ല. അതെങ്ങനെ മനസ്സിലായി? എനിക്കങ്ങനെ തോന്നിയില്ലല്ലോ. 1-2 കൊല്ലം കണ്ണീ ചോരില്ലാത്ത ഒരുത്തൻ്റെ കൂടെയുള്ള ജീവിതാനുഭവങ്ങൾ മതിയുഞ്ഞി ഇതൊക്കെ മനസ്സിലാക്കാൻ. പാറു ഒഴിഞ്ഞ ഗ്ലാസുകൾ സിങ്കിലേക്ക് ഇടുന്നതിൽ പതിയെ പറഞ്ഞു. നേരത്തെ ഒരു ചിരിയോടെയാണ് പറഞ്ഞെങ്കിലും പാറുവിന്റെ ശബ്ദമിടറിയത് വ്യക്തമായി മനസ്സിലായി കാർത്തുവിന്. അതുകൊണ്ട് തന്നെയായിരിക്കും അവിടെ വെച്ച് കാർത്തു ആ സംഭാഷണം അവസാനിപ്പിച്ചു. സുജാ ചേച്ചിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ആയുർവേദത്തിലേക്ക് മാറ്റിയപ്പോൾ ഭേദമുണ്ടോ? കൂട്ടത്തിൽ ചാരിയിരിക്കുന്ന സുജായെ നോക്കി പാറു ചോദിച്ചു. ചികിത്സ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. പറയാൻ മാത്രം വ്യത്യാസമൊന്നും ആയിട്ടില്ല മോളെ. പെട്ടെന്ന് മാറിക്കോളും. സ്ഥിരം കിടപ്പിൽ നിന്ന് ചാരിയിരിക്കാൻ വരെ ആയില്ലേ, അതുപോലെ എല്ലാം പെട്ടെന്ന് സുഖപ്പെട്ടോളൂ കേട്ടോ ചേച്ചി. പാറുവരുടെ കയ്യിൽ പതിയെ തലോടി. ഭർത്താക്കന്മാര് ചെയ്തു കൂട്ടുന്ന പാപത്തിന്റെ കരയെല്ലാം ചിലപ്പോ ഭാര്യമാര് ചുമക്കേണ്ടി വരുമായിരിക്കും, സുജാത ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. പാറു അതിനെന്തോ മറുപടി പറയാൻ വരുമ്പോഴാണ് കാർത്തു അനഘയും കൂടെ മുറിയിലോട്ട് വന്ന്. സുജാതയുടെ മകൾ അനഘയും കാർത്തുവും ഒരേ കോളേജിലാണ് പഠിക്കുന്നത്. നല്ല സുഹൃത്തുക്കളാണ് ഇരുവരും. 2 വർഷം മുന്നേ ടെറസിൽ നിന്നും കാലുവഴുതി വീണതാണ് സുജാത ചേച്ചി. അന്ന് കട്ടിലായതാണ് അവർ. ഭർത്താവ് ഉദയൻ പലിശയും പണവും ഗുണ്ടായുസുമായി നടക്കുന്ന ഒരുത്തനാണെന്ന്. പണത്തിന് ബുദ്ധിമുട്ടില്ലെങ്കിലും അയാൾക്ക് ആരെയും സ്നേഹിക്കാൻ അറിയില്ലെന്നാണ് സത്യം. സുജാതയെ നോക്കാൻ 1-2 ഹോം നേഴ്സിനെ നിർത്തിയെങ്കിലും എല്ലാവരും ഉദയന്റെ സ്വഭാവം ശരിയില്ലെന്ന് പറഞ്ഞ് പിണങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷം അനഘ തന്നെയായിരുന്നു കോളേജിൽ പോകുന്നതിന് മുന്നേ ഭക്ഷണം ഉണ്ടാക്കലും അമ്മയെ നോക്കലുമല്ല. എല്ലാം കൂടെ അനഘയ്ക്ക് താങ്ങുന്നില്ലെന്നായപ്പോഴാണ് 2 നേരം ഭക്ഷണം പാറുവിന്റെ കടയിൽ നിന്നാക്കിയത്. ഉച്ചയ്ക്ക് രാവിലെയും സമയം തെറ്റാതെ പാറു അവിടെ കൊണ്ടുപോയി ഏൽപ്പിക്കുകയും ചെയ്യും. രാത്രിക്കുള്ളത് അനഘയുണ്ടാക്കും. അങ്ങനെയാണ് കുറച്ചു കാലങ്ങളായുള്ള പതിവ്. എന്തായാലും ഇറങ്ങട്ടെ ചേച്ചി. പാറു സുജാതയുടെ യാത്ര പറഞ്ഞുകൊണ്ട് മുറിവിട്ടിറങ്ങി. ഹാളിലേക്ക് കടന്നപ്പോഴാണ് ഉദയനെതിരെ വരുന്ന പാറു കാണുന്നത്. നീയപ്പോ വന്നു? ഉദയൻ മഞ്ഞക്കറയുള്ള പല്ലിൽ മുഴുക്കിനെ കാട്ടിയൊന്ന് ചിരിച്ചു. കുറച്ചേരായി. ഒട്ടും താല്പര്യമില്ലാതെ പാറു മറുപടിയും പറഞ്ഞു. കാർത്തുവാണെങ്കിൽ ഗേറ്റ് അരികിൽ നിന്ന് സംസാരിക്കുന്നത് ഹാളിൽ നോക്കുമ്പോഴേ കാണുന്നുണ്ടായിരുന്നു പാറുവിനെ. നീ ദിവസം തോറും അങ്ങ് കൊഴുത്തു സുന്ദരിയാവുകയാണല്ലോ മോളെ. വാഷളം ചിരിയോട് അവളെ തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഉദയൻ. പാറു അയാളെ തുറിച്ചു ഒന്ന് നോക്കി. പല്ലി അരിച്ചു പിടിച്ച് ദേഷ്യത്തോടെ പാറുവങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ അയാളുടെ നോട്ടം അത്രയും അവളിൽ തന്നെയായിരുന്നു. പാറുവങ്ങ കണ്ണിൽ നിന്ന് പറഞ്ഞപ്പോൾ ഉദയൻ മുറിയിലേക്ക് കയറി. കട്ടിലിൽ തളർന്നിരിക്കുന്ന ഭാര്യയിലേക്ക് ഒരു നിമിഷം അയാളുടെ കണ്ണിലുടക്കി. ശാപം. അയാൾ സുജാത കേൾക്കാൻ പാതിന് പുച്ഛത്തോടെ പിറുവിറുത്തു. അത് കേൾക്കെ സുജാതയുടെ അടഞ്ഞ കൺകോണിലൂടെ കണ്ണുനീർ ഒലിച്ചിറങ്ങി തുടങ്ങുന്നുണ്ടായിരുന്നു. അടുക്കളയിൽ എന്തൊക്കെയോ പാത്രങ്ങൾ തട്ടിമറിഞ്ഞു വീഴുന്ന ശബ്ദം കേൾക്കെ നിരഞ്ജൻ തലവഴി മൂടിയ പതപ്പ് ദേഷ്യത്തോടെ വലിച്ചു മാറ്റി. നാശം പിടിക്കാൻ. പിറുവിരുത്തോണ്ട് നിരഞ്ജൻ അടുക്കളയിലേക്ക് നടന്നു. ഒരു 100 വട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ അവനവനെ തടിക്കൊതുങ്ങുന്ന പണിയെടുത്താൽ മതിയെന്ന്. പുറത്തുനിന്ന് സമയാസമയം ഭക്ഷണം ഞാൻ എത്തിക്കുന്നില്ലേ, പിന്നെ എന്തിനെങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത്? വീൽ ചെയറിൽ നിന്ന് പച്ചക്കറി എന്തോ നോക്കുന്ന ജാനകിയമ്മയെ നോക്കി അവൻ ഉറക്കി അലറി. ജാനകിയമ്മക്ക് കുറച്ച് മാസങ്ങളായി നടക്കാൻ പ്രയാസമാണ്. ഡിസ്കിന് വന്ന തേയ്മാനം കാരണം 2 കാലിലേക്ക് നടക്കാൻ പറ്റാത്തത്ര വേദനയാണ്. മുടന്തി നടക്കാൻ കഴിയുമെങ്കിലും വീൽ ചെയർ കിട്ടിയതിൽ പിന്നെ അതിലായി ജാനകിയമ്മയുടെ സഞ്ചാരം. വേദന നടക്കുന്നതിനും ഭേദം ആ വീൽ ചെയർ തന്നെയാണ്. അത് മോനെ എന്നും പുറത്തുനിന്ന് കഴിക്കേണ്ടെന്ന് കരുതി. ശരീരത്തിന് നല്ലതല്ലേ? ശരീരത്തിന് നല്ലതല്ല. അതാ നിങ്ങളോട് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആവശ്യമില്ലാത്ത സ്നേഹം കാണിച്ചതിന്റെ പിന്നാലെ നടക്കേണ്ടെന്ന്. അതൊക്കെ അവിടെങ്ങാനും വെച്ച് വല്ല മൂലയിലും പോയി ഇരിക്കാൻ നോക്കി നിങ്ങൾ. അല്ലെങ്കിൽ നിങ്ങൾ എനിക്കൊരു ഭാര. അതിനിടയിൽ എവിടെയെങ്കിലും വീണ് കയ്യോ കാലം പൊട്ടിയാ അതിന്റെ ഇരട്ടിക്കെട്ടി ഞാൻ ബുദ്ധിമുട്ടേണ്ടി വരും. നിരഞ്ജൻ പല്ലിയരിച്ചുകൊണ്ട് പറഞ്ഞു. നിരഞ്ജന്റെ വാക്കുകൾ കേൾക്കെ ജാനകി അമ്മയുടെ കണ്ണുകൾ ഒരു നിമിഷം കൊണ്ട് നിറഞ്ഞു വന്നു. അതും കൂടെ കാണെ നിരഞ്ജന ദേഷ്യം ഇരട്ടിക്കാണ് ഉണ്ടായത്. നിങ്ങളുടെ മുതലക്കണ്ണീർ കണ്ട് നോവാൻ ഇവിടെ ആരും ഇരിക്കുന്നില്ല. ദയവും കാരുണ്യമില്ല എന്റെ 7ാം വയസ്സിലെ വറ്റിപ്പോയി. അതൊക്കെ എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അറിയാവുന്നല്ലേ? നിരഞ്ജൻ പുച്ഛത്തോടെ അവർ നോക്കിക്കൊണ്ട് ചോദിച്ചു.
ജാനകി അമ്മക്ക് അതിന് മറുപടി ഉണ്ടായിരുന്നില്ലെന്നാണ് സത്യം. കുറ്റബോധം കൊണ്ട് അവരുടെ മുഖം താഴ്ന്നു കാണെ ചെറുതല്ലാത്തൊരു ആത്മസംതൃപ്തി നിരഞ്ജനിലും വന്ന് നിറയുന്നുണ്ടായിരുന്നു. നിരഞ്ജൻ പതി അവിടെ അടുത്തുനിന്ന് പുറത്തേക്ക് നടന്നു. ജാനകി അമ്മ തന്റെ സാരി തിളപ്പിൽ കണ്ണുകൾ തുടച്ചു. ഡോ, വീട്ടു ജോലിക്ക് ആരെങ്കിലും കിട്ടുവിടങ്ങാനും ഒരടിപിടി കേസ് വിളിച്ചു പറഞ്ഞ് അന്വേഷിക്കാൻ പോയായിരുന്നു നിരഞ്ജനും അശോകനും. സാറിന്റെ വീട്ടിലേക്കാണോ? അതെ. പാടായിരിക്കും സാർ. അതെന്താ? നിരഞ്ജൻ നെറ്റി വിളിച്ചു. പൊതുവെ പോലീസുകാർക്ക് അങ്ങനെ ഒരു ചീത്ത പേരുണ്ടല്ലോ സാർ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. പണിയെടുത്ത പൈസ കിട്ടിയില്ലെങ്കിലോ എന്നൊരു ഭയം. പറയുന്ന ശമ്പളം കൊടുക്കാണോ? ഓസിക്ക് തിന്ന് നിരഞ്ജന് ശീലമില്ല. അല്ലെങ്കിലും വീടെടുത്ത് കീഴ്മേൽ മറിക്കൊന്നുമല്ലല്ലോ. തിരിച്ചു കടിക്കാത്ത എന്തെങ്കിലും വെച്ച് ഉണ്ടാക്കണം. ആ തള്ളയെ കാലത്തൊന്ന് കുളിക്കാൻ സഹായിക്കണം, അത്രയേ ഉള്ളൂ. നിരഞ്ജൻ നിസ്സാരമട്ടിൽ പറഞ്ഞു. സാറിന്റെ അമ്മയെയോ? നിരഞ്ജനെ തള്ള എന്ന പദപ്രയോഗത്തിൽ അശോകന് സംശയമായി. നിരഞ്ജൻ കരത്തിലൊന്ന് മൂടി. ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചു, അമ്മയ്ക്ക് എന്ത് പറ്റിയാ സാർ? തന്നോട് ആളെ കിട്ടുമെന്നേ ചോദിച്ചോളൂ, അതിന് എന്റെ കുടുംബത്തിനെ ജാതകം ചോദിച്ചറിയേണ്ട കാര്യമില്ല. നിരഞ്ജൻ പുച്ഛത്തോടെ അശോകനെ നോക്കി. സോറി സാർ, ഞാൻ സംസാരിച്ചു വന്നപ്പോ. അശോകൻ തലയുറിഞ്ഞുകൊണ്ട് പറഞ്ഞു. പറ്റിയ ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ സാർ. എന്റെ ഭാര്യ കൗശല്യ കുടുംബശ്രീയിലെ വലിയ പുള്ളിയാ, അവൾ വിചാരിച്ച ചിലപ്പോൾ കാര്യം നടക്കും. ആളെ കിട്ടിയാൽ മാത്രം വിവരം പറ. നിരഞ്ജൻ അത്രയും പറഞ്ഞുകൊണ്ട് വഴിയോര കാഴ്ചയിലേക്ക് കണ്ണു നട്ടിരുന്നു. അതിനിടയിൽ എപ്പോഴോ ജീപ്പിനെതിരെ വരുന്ന ഒരു സൈക്കിളിൽ നിരഞ്ജന്റെ കണ്ണുകളുടക്കി. പാർവണയാണ് സൈക്കിൾ ചവിട്ടുന്നത്. പുറകിലെന്ന് അവൾക്കൊപ്പം കണ്ട പെൺകുട്ടി ഇരിപ്പുണ്ട്. മുൻവശത്ത് ഉയരം കുറഞ്ഞൊരു ആൺകുട്ടി ഇരിപ്പുണ്ട്. മൂന്നിന്റെയും വായിൽ ഓരോ സിപ്പപ്പും കടിച്ചു പിടിച്ചിട്ടുണ്ട്. ആരെയും കൂസാതെ ചിരിച്ചു കളിച്ചു പോകുന്നവരെ നിരഞ്ജൻ കുറച്ച് നിമിഷം അങ്ങനെ നോക്കിയിരുന്നു. ജീപ്പ് അരികിലെത്തിയപ്പോൾ ഡ്രൈവർ സീറ്റിൽ നിന്ന് അശോകനെ മൂവരും കൂടി ഒന്ന് കൂകി വിളിച്ചു. അശോകേട്ടാ! ഓ, കള്ളനെ പിടിക്കാൻ പോവാണോ? പക്രു ശരിയോടെ വിളിച്ചു ചോദിച്ചു. ഓവല്ലോ, പിടിച്ചാവുന്നില്ല നിനക്കും തരാം. അനേണത്തിന് എനിക്കും. കാർത്തുവാണ്. സൂക്ഷിച്ചു പോ മക്കളെ. അശോകൻ ശരിയോടെ മറുപടിയും കൊടുത്തു. അശോകൻ അതേ ശരിയോടൊന്ന് മുഖം ചരിച്ചപ്പോഴാണ് നിരഞ്ജന്റെ മുഖം കടന്നലൂത്തിയ പോലെ വീർത്തിരിക്കാൻ ശ്രദ്ധിക്കുന്നത്. നാട്ടിൽ പോലീസുകാർക്കുള്ള നിലയും വിലയൊന്നും കണ്ണി കണ്ട പിള്ളേരോട് കളിച്ചും തമാശ ഇല്ലാതാക്കരുത്. അല്പസ്വല്പം അകലിട്ട് വിരട്ടി നിർത്തിയാലേ എല്ലാവർക്കും ഒരു വില കാണത്തുള്ളൂ. നിരഞ്ജൻ അത്രയും പറഞ്ഞുകൊണ്ട് മുഖം വെട്ടിച്ചു. ഇങ്ങേരെ പോലെ മസിലും പിടിച്ച് ഏറും വിഴുകി നിന്നാലേ നാട്ടിൽ വില ഉണ്ടാവൂന്ന് ഇങ്ങേരോട് ആര് പറഞ്ഞാണാവോ? അശോകൻ നാക്കിനും പല്ലിനിടയിലിട്ട് നിരഞ്ജൻ കേൾക്കാതിരിക്കാൻ പാത്തിന് വാക്കുകൾ കടിച്ചമർത്തി. ഈ ചേച്ചി അങ്ങേരാണോ പുതിയ എസ് ഐ? പക്രു തല മാത്രം ചരിച്ച് പാറു നോക്കി. ആ അതേടാ. പാറുവിന് പകരം കാർത്തുവാണ് പുറകിൽ നിന്നുള്ള ഉത്തരം പറഞ്ഞ്. എന്നാ ഗ്ലാമറല്ലേ? പക്രുവിന്റെ മുഖം തെളിഞ്ഞ്. എന്റെ കുഞ്ഞിന്റെ അത്രയും പോരാ. പോയി ചേച്ചി കളിയാക്കാതെ. ഈ രണ്ടടിയിൽ ഈ ചേച്ചി എവിടെയാ ഗ്ലാമർ ഉണ്ട്? ഞാനിതിനെ കളിയാക്കുന്നത്. എന്റെ കുഞ്ഞിന്റെ അത്ര സൗന്ദര്യമുള്ള ഒരു ആണിനെ ഈ ചേച്ചി എവിടെയും കണ്ടിട്ടില്ല. ഈ രണ്ടടി മുഴുവൻ സ്നേഹയുടെ കുഞ്ഞാ. അല്ലടി കാർത്ത്? പാറു താങ്ങനായി കാർത്തിന് വിളിച്ചു. പിന്നെ അല്ല, അങ്ങേരെ ആറടി ഉണ്ടായിട്ട് എന്താ പക്രു? അതിനുള്ളിലുള്ള കഷ്ടിച്ച് ഒരു ഇഞ്ച് പോലും ഇല്ലാത്തൊരു ഇടുങ്ങിയ മനസ്സാ. ഇപ്പൊ നീ അശോകനോട് സംസാരിച്ചെന്ന് അങ്ങേക്ക് അത്ര പിടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. കാർത്തുവും സപ്പോർട്ടായതോടെ പക്രുവിന്റെ മുഖം തെളിഞ്ഞു. അല്ലെങ്കിലും പോരായ്മകളിൽ പതിരിപ്പോകുന്ന സാഹചര്യങ്ങളെല്ലാം പക്രുവിന് കരുത്തു കൊടുക്കുന്നത് ഈ രണ്ട് പെണ്ണുങ്ങളാണ്. കൂടപ്പിറപ്പായ കാർത്തുവും കൂടപ്പിറക്കാതെ കൂടപ്പിറപ്പായ പാറുവും. കലിപ്പൻ പോലീസിന്റെയും ചായക്കടക്കാരി പെണ്ണിന്റെയും കഥ തുടരും. മനോഹരമായ കഥയാണ്. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.